ഇറാൻ ഇസ്രായേൽ യുദ്ധം ലോകാവസാനത്തിലേക്കുള്ള ചുവടുവെപ്പാണോ എന്ന ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. പശ്ചിമേഷ്യ പരക്കെ യുദ്ധം വ്യാപിച്ചതോടെ മൂന്നാം ലോക മഹായുദ്ധമാണെന്ന നിരീക്ഷണം വിവിധ കോണുകളിൽ നിന്നും വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ ലോകാവസാനത്തിന്റെ തുടക്കമാണെന്ന് വിശ്വസിക്കുന്ന അനേകം ആളുകളുമുണ്ട്. വേദമത വിശ്വാസികളാണ് ലോകാവസാനത്തിന്റെ സൂചനയായി ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെ നോക്കിക്കാണുന്നത്. മുസ്ലിം, ക്രിസ്ത്യൻ, ജൂത മതക്കാരുടെ വിശ്വാസപ്രകാരം ലോകാവസാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഏറെക്കുറെ ഒന്നാണ്. ഖുർആനും ബൈബിളും തോറയും ഇതിന് അടിവരയിടുന്ന അനേകം വചനങ്ങളിലൂടെ ലോകാവസാനം വ്യക്തമാക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24:36, ഖുർആനിലെ 31:34, 7:187 എന്നീ സൂക്തങ്ങൾ അന്ത്യനാളിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും യേശുക്രിസ്തുവിന്റെയും നിരവധി വചനങ്ങൾ അന്ത്യനാളുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ ഇത് എന്ന് സംഭവിക്കുമെന്ന് കൃത്യമായി പറയുന്നില്ലെങ്കിലും സൂചനകൾ നിരവധി പറഞ്ഞിട്ടുള്ളതാണ്. ഈ സൂചനകളാണ് ഇപ്പോൾ സംഭവിക്കുന്ന യുദ്ധമെന്നാണ് മിക്കവാറും പണ്ഡിതന്മാരുടെയും അനുമാനം. ഹിന്ദുമതം ഉൾപ്പെടെയുള്ള വിശ്വാസങ്ങളും കലിയുഗത്തിൽ രക്ഷകനായെത്തുന്ന അവതാരത്തെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ വിവിധ മതങ്ങളെല്ലാം വ്യത്യസ്ത വീക്ഷണങ്ങളാണ് ഇക്കാര്യങ്ങളിലെല്ലാം വെച്ചു പുലർത്തുന്നത്. കലിയുഗാന്ത്യത്തിൽ ഭഗവാൻ മഹാവിഷ്ണു കൽക്കി എന്ന അവതാരമായെത്തുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ലോകാവസാനത്തിന് മുന്നോടിയായി നടക്കുന്ന പ്രധാന യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധമെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. ലോകരാജ്യങ്ങളെ ബാധിക്കുന്ന പ്രധാന യുദ്ധമാണ് നടക്കുക എന്ന് വിവിധ മതവേദ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് ഇറാനുമായുള്ള ഈ യുദ്ധമാണെന്നാണ് മതപണ്ഡിതരും വ്യക്തമാക്കുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ 10-ാം ദിവസം അമേരിക്ക പരസ്യമായി കളത്തിലിറങ്ങിയതോടെ യുദ്ധത്തിന്റെ വ്യാപ്തിയും കൂടുതൽ ചർച്ചയായിരിക്കുകയാണ്. ഇറാനിലെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണം. ആണവായുധം നിർവീര്യമാക്കുന്നതോടെ ഇറാനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് യൂറോപ്യൻ ശക്തികളുടെ കണക്കുകൂട്ടൽ. യുദ്ധം ശക്തി പ്രാപിക്കുന്ന വരും ദിവസങ്ങളിൽ കൂടുതൽ തിരിച്ചടി നേരിടുക അറബ് രാജ്യങ്ങൾക്കായിരിക്കും. ഇറാനെ തകർക്കുന്നതോടെ ഗൾഫ് രാജ്യങ്ങളെയും ഇത് പിടിച്ചുകുലുക്കും. പ്രധാനമായും സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് തിരിച്ചടിയാണ് ഉണ്ടാക്കുക. പശ്ചിമേഷ്യ കൊടും ദാരിദ്ര്യത്തിലും അരക്ഷിതാവസ്ഥയിലും കഴിയുന്ന സാഹചര്യത്തിലായിരിക്കും ലോകാവസാനത്തിന്റെ പ്രകടമായ സൂചനയായി ഒരു അവതാരം പിറക്കുന്നത്. മുസ്ലിങ്ങൾ ഇമാം മഹദി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ വിവിധ മതങ്ങൾ വ്യത്യസ്ത പേരിലും രൂപത്തിലും ഈ അവതാരത്തെ വിശേഷിപ്പിക്കുന്നു. തുടർന്ന് ക്ഷാമത്തിൽ നിന്നും ക്ഷേമത്തിലേക്കും പുരോഗതിയിലേക്കും ലോകത്തെ കൈപിടിച്ചുയർത്തുമെന്നാണ് വിശ്വാസം. ലോകാവസാനത്തിന് മുന്നോടിയായി നടക്കുന്ന 3 പ്രധാന യുദ്ധങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇറാനുമായി നടക്കുന്നതെന്ന് ഈ മതങ്ങളെല്ലാം വിശ്വസിക്കുന്നു. ഇസ്രായേൽ പുരാതനമായ ഒരു രാജ്യത്തെ ആക്രമിക്കുമെന്നും ഇത് പേർഷ്യ ആയിരിക്കുമെന്നും ബൈബിളിലെ വെളിപാട് പുസ്തകവും സമാനാർത്ഥം വരുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വചനങ്ങളും വ്യക്തമാക്കുന്നു. ഈ വചനങ്ങളിലെ പേർഷ്യ എന്നതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ഇറാൻ. ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള വെല്ലുവിളികളും പ്രത്യാക്രമണവും ഓരോ ദിവസവും ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ഇത് 3-ാം ലോക മഹായുദ്ധമായി വിലയിരുത്തുന്നതോടൊപ്പം ലോകാവസാനത്തിന്റെ പ്രധാന അടയാളമായും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ കണക്കാക്കുന്നു.